ഹായ് ഓൾ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ അഡ്ഡ 2% മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകളുടെ ഒഫീഷ്യൽ സിലബസ് കേരള PSC പുറത്തുവിട്ടിരിക്കുകയാണ്. ഏവരും അറിഞ്ഞു കാണണം. പരീക്ഷാ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് 24 തീയതിയാണ് അല്ലേ. അപ്പം ഓഗസ്റ്റ് 24 തീയതിയാണ് അതിൻ്റെ പരീക്ഷാ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24/8 എന്ന പേരിൽ കൃത്യമായിട്ട് ഏവർക്കും അതിൻ്റെ കൺഫർമേഷനൊക്കെ വന്നു തുടങ്ങി കാണണം. അപ്പോൾ എൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 435/2023 അല്ലേ. 435/2023 നമുക്കൊന്ന് വിശദീകരിച്ച് വായിക്കാം. നോക്കൂ, ഡീറ്റെയിൽ സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കണ്ടായിരുന്നോ? അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇൻ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്. അപ്പം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആയിരുന്നു. അതിൻ്റെ കാറ്റഗറി നമ്പർ ആയിരുന്നു നമ്മൾ കണ്ടത് 435/2023 അടിസ്ഥാനമാക്കി 23 അപ്പോൾ 435/2023 അടിസ്ഥാനമാക്കി അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പരീക്ഷയുടെ കോമൺ ആയി കൊണ്ടുവന്നിരിക്കുന്നു. ആൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ ഇവിടെ ഉണ്ട് 686/2023 686/2026 ഇവിടെ ഉണ്ട്, കണ്ടായിരുന്നു. ഇൻ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അതായത് ഹൗസിംഗ് ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷകളും അതുപോലെ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും ഒരു കോമൺ എക്സാമായി PSC തീരുമാനിച്ചിരിക്കുന്നു. പരീക്ഷ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 24 തീയതി. ഡീറ്റെയിൽ സിലബസ് കേരള PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പരിശോധിക്കാൻ നമുക്ക്. നോക്കിയേ, ഇതിൻ്റെ സിലബസിൻ്റെ വിശദീകരണങ്ങൾ ചെക്ക് ചെയ്യാൻ നമുക്ക്. GK നോക്കൂ, അതിൽ ഹിസ്റ്ററി എത്ര മാർക്കാണ്? 5 മാർക്ക്. ജോഗ്രഫി എത്ര മാർക്കാണ്? 5 മാർക്ക്. എക്കണോമിക്സോ 5 മാർക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ അത് 8 മാർക്കിനാണ്. അതുപോലെ തന്നെ പരിശോധിക്കാം. കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനോ അത് 5 മാർക്ക്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തോ അത് 4 മാർക്കാണ്. ഫിസിക്സോ അത് 3 മാർക്കിനാണ്. അതുപോലെ തന്നെ കെമിസ്ട്രി 3 മാർക്കിനുണ്ട്. അതുപോലെ തന്നെ പരിശോധിക്കുക. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എത്ര മാർക്കിനാണ്? 4 മാർക്കാണ്. അതുപോലെ തന്നെ കറണ്ട് അഫെയർ കൊടുത്തിരിക്കുന്നത് 8 മാർക്കിനാണ്. അതുപോലെ ക്യൂ ആൻഡ് റീസണിങ്ങോ 10 മാർക്കിനാണ്. അതുപോലെ ജനറൽ ഇംഗ്ലീഷോ അതും 10 ആണ്. അതുപോലെ തന്നെ മലയാളമോ അതും 10 മാർക്കിനാണ്. അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ 20 മാർക്ക്. അപ്പോൾ സാധാ PSCയിൽ നിന്നൊരു വ്യത്യാസം പെട്ടെന്ന് കാണാൻ കഴിയുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 മാർക്കിനുണ്ട്. ഇനി എൻ്റെ വിശദീകരിച്ച സിലബസുകൾ താഴോട്ടുണ്ട്. 13 പേജ് സിലബസാണ്. പരിശോധിക്കാൻ നമുക്ക്. നോക്കൂ, ഡീറ്റെയിൽ സിലബസ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ PSC സാധാരണ നമ്മൾ കഴിഞ്ഞ ഡിഗ്രി എക്സാംസിൽ കണ്ട PSC ഹിസ്റ്ററി തന്നെയാണ്. 5 മാർക്കിനാണ്. കേരള ഹിസ്റ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി. ജോഗ്രഫി ആസ് യൂഷ്വൽ അതുപോലെ ഇക്കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ കണ്ട ജോഗ്രഫി തന്നെയാണ്. നോക്കൂ, ജോഗ്രഫി 5 മാർക്കിനാണ്. കുറച്ച് വേൾഡ് ജോഗ്രഫി ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. അതുപോലെ തന്നെ കേരള ജോഗ്രഫി അല്ലേ. എക്കണോമിക്സ് ആസ് യൂഷ്വൽ അതുപോലെ പഴയ പോലെ ഇപ്പം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ കണ്ടത്. നോക്കൂ, എക്കണോമിക്സ് 5 മാർക്കാണ്. ഇന്ത്യൻ എക്കണോമിക്സ് അല്ലേ. ഈ എക്കണോമി, 5 ഇയർ പ്ലാൻ, ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടു. GST നമ്മളിപ്പോൾ കണ്ട ഡിഗ്രി പ്രിലിംസ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ ഫേസ് കഴിഞ്ഞു അല്ലേ. എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ കണ്ട 5 മാർക്ക്. അതുപോലെ അടുത്ത് നോക്കൂ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് 8 മാർക്കാണ്. 8 മാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ് കൃത്യമായി ഡിഗ്രി പ്രിലിംസിൽ പറഞ്ഞിരിക്കുന്ന അതേ സിലബസുകളെ കുറിച്ച് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് തന്നെയാണ്. ഇതിനെ ഒന്ന് ഷോർട്ടാക്കിയാണ് ഡിഗ്രി പ്രിലിംസിൽ കൃത്യമായ സിലബസിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. കൃത്യമായൊരു ഡീറ്റെയിൽ സിലബസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ അടുത്ത കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എത്ര മാർക്കാണ്? 5 മാർക്ക്. കൃത്യമായ സബ് ടോപ്പിക്കുകളുണ്ട്. സിവിൽ സർവീസ്, ക്യോസി ജുഡീഷ്യൽ ബോഡീസ്, പ്ലാനിംഗ് ബോർഡ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, കുറച്ച് സ്കീംസുകളുണ്ട് അല്ലേ. കുറച്ച് സ്കീംസുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തി കുറേ സബ് ടോപ്പിക്കുകൾ. പിന്നെയുള്ളത് മുന്നോട്ട് പോകുന്ന സമയത്ത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 4 മാർക്കാണ്. ഹ്യൂമൻ ബോഡി, വിറ്റാമിൻ, ഡിസീസുകൾ, റെമഡിയൽ മെഷേഴ്സുകൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് ഫിസിക്സുമായി ബന്ധപ്പെട്ട് 3 മാർക്ക്. ആസ് യൂഷ്വൽ പഴയ പോലെ വലിയൊരു സിലബസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിന് ഇൻഡെക്സുകൾ എടുത്തുകൊണ്ട് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മോഷൻ, അതുപോലെ തന്നെ ലൈറ്റ്, സൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്രാവിറ്റേഷൻ, ഹീറ്റ് സബ് ടോപ്പിക്കുകൾ കൃത്യമായി നമുക്ക് പരിശോധിക്കാം. പിന്നെയുള്ളത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് 3 മാർക്ക്. ആറ്റം, അതുപോലെ പീരിയോഡിക് ടേബിള്, മെറ്റൽസ്, നോൺ മെറ്റൽ, അലോയി, ആസിഡുകൾ, ഗ്യാസ് ലോസുകളെ ഉൾപ്പെടുത്തി കൃത്യമായ ഡീറ്റെയിൽ സിലബസ് അല്ലേ.
വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ 4 മാർക്കാണ്. ആർട്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ടോപ്പിക്കുകളെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സ്പോർട്സുമായി ബന്ധപ്പെട്ട സബ് ടോപ്പിക്കുകളെ കൃത്യമായി ഫേമസ് ട്രോഫികൾ, അതുപോലെ നമ്പർ ഓഫ് പ്ലേയേഴ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. സബ് ടോപ്പിക്കുകളെ കൃത്യമായി നോക്കേണ്ടി വരും. പിന്നെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ച് സബ് ടോപ്പിക്കുകളെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കൾച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറണ്ട് അഫെയർ 8 മാർക്ക്, ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫെയറിനെ കൃത്യമായിട്ട് പരിശോധിക്കുക. പിന്നെയുള്ളത് ക്യൂ ആൻഡ് റീസണിങ്ങുമായി ബന്ധപ്പെട്ട് ആസ് യൂഷ്വൽ പതുപോലെ എന്താണോ ഡിഗ്രി പ്രിലിംസ്, എന്താണോ ഇക്കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ എന്താണോ കണ്ടത് അത് അതുപോലെ ആവർത്തിച്ചിരിക്കുന്നു അല്ലേ. ഡിഗ്രി പ്രിലിംസിൽ എന്താണോ കണ്ടത് അതുപോലെ ആവർത്തിച്ചിരിക്കുന്നു. വെൽ സെറ്റാണ്. വീണ്ടും പോകുന്ന സമയത്ത് റീസണിങ്ങുമായി ബന്ധപ്പെട്ട് 5 മാർക്കാണ്. സീരിയസ്, വെരിഫൈങ് പൊസിഷൻസ്, പ്രോബ്ലംസ് കൃത്യമായി കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ കണ്ട സെയിം സിലബസ് ആണ്. വീണ്ടും മുന്നോട്ട് പോകുന്നു. ജനറൽ ഇംഗ്ലീഷ് എത്ര മാർക്കാണ്? 5 മാർക്ക്. ഈ 10 മാർക്കാണ് 5 മാർക്ക് ഗ്രാമാറ്റിക്കൽ പോർഷൻ. ഇംഗ്ലീഷ് നമ്മൾ LDC പരീക്ഷയും ഡിഗ്രി പ്രിലിംസിനും കണ്ട അതേ സിലബസ് ആണ്. അതിൽ 10 മാർക്ക് ഇംഗ്ലീഷ്, 5 മാർക്ക് ഗ്രാമാറ്റിക്കൽ പോർഷൻ, 5 മാർക്ക് വൊക്കാബുലറി. ഇനി അതിനകത്തൊരു വ്യത്യാസം വന്നിരിക്കും, നമുക്കറിയാം. ആ ഒരു വ്യത്യാസം പിന്നെ മലയാളത്തിൽ 10 മാർക്ക്, അതും സ്ഥിരം സിലബസ്. ഇതൊക്കെ സ്ഥിരം കഴിഞ്ഞ ഒരു 4-5 വർഷമായി PSC പരീക്ഷയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം ഒരു സിലബസിനെ ഡിറ്റോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, 10 മാർക്ക് മലയാളം. ഇപ്പോൾ കഴിഞ്ഞ LDCയിലും നടക്കാൻ പോകുന്ന LDCയിലും അതുപോലെ തന്നെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിലും കണ്ട സിലബസ് അല്ലേ. ഈ ഒരു വ്യത്യാസമായി സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത് 20 മാർക്കിന് പുതിയൊരു ടോപ്പിക്ക്, ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 മാർക്കുണ്ട്. അവിടെയാണ് ഒരു ചലഞ്ച് കിടക്കുന്നത്. നോക്കിയേ, മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ ഇൻഫർമേഷൻസ് ആണ് അല്ലേ. മൊഡ്യൂൾ 1 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫണ്ടമെൻ്റൽ ഇൻഫർമേഷൻ ഉണ്ട്. ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എത്ര മാർക്കാണ് മൊഡ്യൂൾ 1 കൊടുത്തേക്കുന്നത്? ഇല്ല, മൊഡ്യൂൾ 1 ആയിട്ട് അങ്ങനെ മാർക്ക് കൊടുത്തിട്ടില്ല അല്ലേ. കോമൺ ആയിട്ട് 20 എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. മൊഡ്യൂൾ 1 ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല മാർക്ക്. കുഴപ്പമില്ല, പോട്ടെ. മൊഡ്യൂൾ 2-നുണ്ടല്ലേ. മൊഡ്യൂൾ 2-ന് 2 മാർക്ക്. നോക്കട്ടെ, മൊഡ്യൂൾ 2-ന് 2 മാർക്ക് ചെക്ക് ചെയ്യാം നമുക്കൊന്ന്. ഓക്കെ. അല്ല, ബ്രാക്കറ്റിൽ കൃത്യമായ ഒരു മാർക്കിന് ഡിവിഷൻ ഉണ്ട്. കുഴപ്പമില്ല. അപ്പോൾ അത് ഒരുപാട് യൂസ്ഫുള്ളാണ്. ബ്രാക്കറ്റിൽ കൃത്യമായ മാർക്ക് ഡിവിഷൻ കൊടുക്കാൻ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ കൃത്യമായ ടോപ്പിക്കിനെ നോക്കാനും സ്കിപ്പ് ചെയ്യാനും കഴിയും. ശരിയല്ലാതെ നോക്കുക, ഞാനതുകൂടെ വായിച്ചേക്കാം. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഹാർഡ്വെയർ കമ്പോണൻസിനെ കൊടുത്തിരിക്കുന്നത് എത്ര മാർക്കിനാണ്? നോക്കൂ, 3 മാർക്കിന്. ഹാർഡ്വെയർ കമ്പോണൻസ് 3 മാർക്കാണ്. സോഫ്റ്റ്വെയർ കമ്പോണൻസ് കൊടുത്തിരിക്കുന്നതോ 2 മാർക്ക്. എത്ര? 2 മാർക്കിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അടുത്ത മൊഡ്യൂൾ 2 ആണ്. ഓഫീസ് ഓട്ടോമേഷൻ എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇൻട്രൊഡക്ഷൻ ടു ഓഫീസാണ്. അതുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ടു MS വേഡുമായി ബന്ധപ്പെട്ട 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു MS എക്സലുമായി ബന്ധപ്പെട്ട അതും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാകാം. കഴിഞ്ഞില്ല, വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ടു MS പവർ പോയിന്റുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുക. അവിടെ 1 മാർക്കിനുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. അടുത്ത മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ കൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ എത്ര മാർക്കാണ്? 1 മാർക്കാണ് അല്ലേ. ഇത്രയും ടോപ്പിക്കാണ് 1 മാർക്കിന് കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കൂ, വിഷ്വൽ ബേസിക് നെറ്റ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട, ഇൻട്രൊഡക്ഷൻ ടു നെറ്റുമായി ബന്ധപ്പെട്ട നോക്കൂ 1 മാർക്ക് അല്ലേ. 1 മാർക്കാണ്. അതുപോലെ തന്നെ നെറ്റ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് എത്ര മാർക്കാണ്? അതും എത്ര മാർക്കാണ്? 1 മാർക്ക്. എത്ര? 1 മാർക്കിനാണ്. അടുത്തേതാണ്? മൊഡ്യൂൾ 4 ആണ്. ഡേറ്റാ ബേസ് മാനേജ്മെൻറ്റ് അല്ലേ. മൊഡ്യൂൾ 4 ആണ്. സംഭവം കൺസെപ്റ്റ് ഏതാ? ഡേറ്റാ ബേസ് മാനേജ്മെൻ്റ് ആണ്. അവിടെ നോക്കൂ, ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റാ ബേസ് കൺസെപ്റ്റ് എത്ര മാർക്കാണ്? 1 മാർക്ക്. അതുപോലെ ഡേറ്റാ ബേസ് ക്വയറീസ് കമാൻഡുകളോ അവിടെ എത്ര മാർക്കാണ്? 2 മാർക്ക്. എത്ര? 2 മാർക്കാണ്. പിന്നെ മൊഡ്യൂൾ 5 ആണ്. അവിടെ വെബ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇങ്ങനെ കൃത്യമായൊരു ഡീറ്റെയിൽ സിലബസ് നിലവിൽ ആര് പുറത്തുവിട്ടു? കേരള PSC നമ്മുടെ ഹൗസിംഗ് ബോർഡ് അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആരും മറക്കരുത്, ഓഗസ്റ്റ് 24-ാം തീയതിയാണ് പരീക്ഷ എന്നൊരു ഫാക്റ്റ് ആരും മറക്കരുത്. ഇതാണ് സിലബസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായി പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ ഇൻഫർമേഷൻസും, എക്സാംസ്, സിലബസ്, നോട്ടിഫിക്കേഷൻ, റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അതിവേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കൊണ്ടുവരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം. അതിലുപരി നമ്മുടെ ആപ്പുകൾ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിലും. ആൻഡ്രോയിഡ് ഫോണുകൾ പ്ലേ സ്റ്റോറുകളിലും ആപ്പിൾ സ്റ്റോറുകളിലും കൃത്യമായ ആപ്പുകൾ അവൈലബിൾ ആണ്. ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് കൃത്യമായ ക്യൂസുകളും നമ്മുടെ വീഡിയോ ക്ലാസ്സുകളും നമ്മുടെ ഫ്രീ ക്ലാസ്സുകളും PDF നോട്ടുകളൊക്കെ അവൈലബിൾ ആണ്.
അതിലുപരി കൃത്യമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിവേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഫർദർ ഡൗട്ടുകളെ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.